മെഡിക്കൽ സ്കെപ്റ്റിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുടെ പഠന വൈകല്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് പഠന വൈകല്യം എന്നും അതിന്റെ ലക്ഷണം എന്താണെന്നും പഠന വൈകല്യത്തെ നാം ശരിയായ രൂപത്തിൽ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് കുട്ടിയെ എങ്ങനെ ബാധിക്കുമെന്നും ഒക്കെയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം ആസ്പദമാക്കി 2007 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയാണ് അമീർ ഖാൻ അഭിനയിച്ച താരെ ജമീൻ പറയുന്ന ഹിന്ദി ചിത്രം. ആദ്യമേ പറയട്ടെ, ഞാൻ സിനിമ കാണുകയോ സിനിമയെ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല. സിനിമയ്ക്ക് പോസിറ്റീവായ ചില വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ തിന്മയാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് കൂടുതൽ. സമൂഹത്തിൽ സിനിമ ഉണ്ടാക്കുന്ന ദുസ്വാധീനം വളരെ വലുതാണെന്നും ഗൗരവകരമാണെന്നും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ മദ്യത്തെക്കുറിച്ച് പറയുന്ന പോലെ മദ്യത്തിൽ ചെറിയ നന്മയുണ്ടെങ്കിൽ പോലും അതിന്റെ തിന്മയാണ് കൂടുതൽ. പക്ഷേ പഠന വൈകല്യം എന്താണെന്നും അത് കുട്ടിയെ എങ്ങനെ ബാധിക്കുമെന്നും ആ സിനിമയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചിത്രീകരിച്ചതിനാൽ ആദ്യം ആ ഭാഗം കാണിക്കുകയും ശേഷം പഠന വൈകല്യത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണത്തെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത്തരം വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. ഈ സിനിമയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഷാൻ എന്ന കുട്ടി ടീച്ചർമാർക്കിടയിൽ വലിയ പ്രശ്നക്കാരനാണ്. ക്ലാസ്സിൽ അവനോട് ഇംഗ്ലീഷിലുള്ള ഒരു സെൻറ്റൻസ് വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ സ്വന്തമായി എന്തൊക്കെയോ ഉറക്കെ വിളിച്ച് പറയുകയായിരുന്നു. താൻ ഇത്രയും മോശമുള്ളൊരു കുട്ടി ഒരിക്കലും കണ്ടില്ല എന്ന് പറഞ്ഞ് അവനെ ക്ലാസ്സിന് പുറത്തു നിർത്തി. മാത്സ് പരീക്ഷയിൽ വളരെ ലളിതമായി വന്നൊരു ചോദ്യമാണ് 3x9 എത്ര എന്നത്. പക്ഷേ ഇഷാൻ വളരെ വിചിത്രമായാണ് അതിന് ഉത്തരം കണ്ടെത്തിയത്. ഈ 2 അക്കങ്ങളും 2 പ്ലാനറ്റുകളാണെന്നും താൻ ഈ യൂണിവേഴ്സിൻ്റെ ക്യാപ്റ്റനുമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് 3 എന്ന പ്ലാനറ്റിനെ കൊണ്ട് 9 എന്ന പ്ലാനറ്റിനെ അതിശക്തമായി ഇടിച്ചപ്പോൾ 9 എന്ന പ്ലാനറ്റ് തകർന്ന് തരിപ്പണമായെന്നും അപ്പോൾ ബാക്കിയായത് 3 മാത്രമാണെന്ന് സങ്കല്പിച്ച് 3 എന്ന ഉത്തരം എഴുതുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് മുഴുവൻ മാർക്കും കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇഷാൻ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച കൂട്ടുകാരനോട് ഭയങ്കര ഈസി ആയിരുന്നു എന്ന മുഖഭാവം കാണിക്കുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 0 മാർക്കായിരുന്നു. 0 കിട്ടിയ പേപ്പറിൽ രക്ഷിതാക്കൾ ഒപ്പിടണമായിരുന്നു. ഈ പേപ്പർ കണ്ടാൽ അച്ഛനും അമ്മയും തന്നെ നന്നായി വഴക്ക് പറയുമെന്ന് അറിയുന്ന ഇഷാൻ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. വഴിയിലുള്ള 2 നായ്ക്കൾക്ക് പേപ്പർ എറിഞ്ഞു കൊടുത്ത് വീട്ടിലെത്തിയപ്പോൾ എക്സാം പേപ്പർ നായ തിന്നെന്നും പറയുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ ഇഷാൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നന്നായി തല്ല് കിട്ടുന്നുമുണ്ട്. പിന്നീട് വീട്ടിൽ പോകുന്ന വഴിയിൽ ഇഷാൻ തൻ്റെ സഹപാഠിയുടെ ബോൾ എടുത്തെറിഞ്ഞപ്പോൾ അത് സ്കൂളിന് പുറത്തു പോവുകയും അതിന് തല്ല് പൊട്ടുകയും ചെയ്തു. വീട്ടിലെത്തിയ ഇഷാൻ കണ്ടത് കംപ്ലൈൻറ്റ് പറയാനെത്തിയ തൻ്റെ ക്ലാസ്മേറ്റിൻ്റെ രക്ഷിതാക്കളെയാണ്. ഉടനെ തന്നെ ഇഷാൻ തൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് യാതൊന്നും ചോദിക്കാതെ തന്നെ തല്ല് കിട്ടുന്നു. ഇഷാൻ്റെ വികൃതിയും മോശം പെരുമാറ്റവും അസഹനീയമാണെന്നും സ്കൂളിലെ ഏറ്റവും മോശം കുട്ടി ഇഷാനാണെന്നും ടീച്ചേഴ്സും മറ്റു രക്ഷിതാക്കളും പറയുന്നു. എല്ലാ വിഷയങ്ങളിലും 0 മാർക്ക് വാങ്ങിയ അവൻ്റെ ഐക്യു പരിശോധിക്കണമെന്നും പക്ഷേ അവൻ്റെ ജ്യേഷ്ഠൻ അതേ സ്കൂളിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയുമാണ്. എന്നാൽ ഇഷാനാകട്ടെ 3ാം ക്ലാസ്സിൽ 2ാം തവണയുമാണ്. തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് കളിക്കാൻ പോയ ഇഷാനെ പ്രിൻസിപ്പൽ കൈയോടെ പിടികൂടുകയും സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിൽ ഇഷാൻ്റെ രക്ഷിതാക്കൾ വളരെയധികം സങ്കടപ്പെടുകയും അവൻ്റെ ബുദ്ധിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നിട്ടും പഠിക്കാൻ മടിയായതുകൊണ്ട് മാത്രമാണ് എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ഇഷാൻ്റെ അച്ഛൻ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇഷാനെ വളരെയധികം സ്ട്രിക്റ്റായ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ തീരുമാനിക്കുന്നു. ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് നിന്നിട്ടില്ലാത്ത കുഞ്ഞു ഇഷാനെ ഇത് വളരെയധികം സങ്കടപ്പെടുത്തുകയും തൻ്റെ അച്ഛനും അമ്മയും സഹോദരനും തിരിച്ചു പോകുന്നത് വളരെ സങ്കടത്തോടു കൂടി അവൻ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ഇഷാൻ മാത്സിലും മറ്റ് വിഷയങ്ങളിലും മോശമായിരുന്നുവെങ്കിലും പക്ഷേ അവൻ ആർട്ടിൽ നല്ല കഴിവുണ്ടായിരുന്നു. അത് അവൻ്റെ രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. യാതൊരു ഇൻസ്ട്രക്ഷനും വായിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ 10,000 കഷ്ണങ്ങളുള്ള പസിൽ അവൻ സെറ്റ് ചെയ്യാറുണ്ട്. ഒരിക്കൽ അങ്ങാടിയിൽ വെച്ച് ഒരു കുട്ടി ഐസ് സ്റ്റിക്ക് കഴിക്കുന്നത് കണ്ട് വീട്ടിൽ വന്ന് മഞ്ഞയും ചുവന്ന പെയിൻറ്റും ചേർത്ത് അതിമനോഹരമായി പകർത്തിയിട്ടുണ്ട്. താൻ വീട്ടുകാരെ വിട്ടുപോകുന്നെന്നറിഞ്ഞ ഇഷാൻ അവരിൽ താൻ അകന്നു പോകുന്നതായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഡ്രോ അവൻ വരച്ചിട്ടുണ്ട്. ഇഷാൻ്റെ കഴിവുകൾ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതെൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും വളരെയധികം സങ്കടപ്പെടുകയും ചെയ്തു. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ ബാത്റൂമിൽ കയറി ഉറക്കെ കരയുകയും ആളുകൾ കാണാതിരിക്കാൻ കണ്ണ് കഴുകി മുഖം കഴുകുകയും ചെയ്യാറുണ്ട്. രക്ഷിതാക്കൾ കൂടെ ഇല്ലാത്തതിനാൽ വളരെ കരുതലോടെയാണ് ഇപ്പോൾ ഇഷാൻ ക്ലാസ്സിലിരിക്കുന്നത്. ക്ലാസ്സിൽ ഒരു പദ്യത്തിന് അർത്ഥം ചോദിച്ചപ്പോൾ നാം അനുഭവിക്കുന്നതും കാണുന്നത് മാത്രമാണ് സത്യമെന്നും മറ്റൊന്നും സത്യമല്ല എന്നുമുള്ള അർത്ഥമാണ് ഇഷാൻ പറയുന്നത്. എന്നാൽ ഇഷാൻ പഠിക്കാത്ത കുട്ടിയാണ് എന്നതിനാൽ അധ്യാപകൻ ഇത് കാര്യമായി എടുക്കുന്നില്ല. ആർട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്ന ഇഷാനെ മറ്റു
ആർട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്ന ഇഷാനെ അധ്യാപകൻ നന്നായി തല്ലുന്നുണ്ട്. വേദന സഹിക്കാനാവാതെ ഇഷാൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. പക്ഷേ കരയാതിരിക്കാനാണ് ഇഷാൻ ശ്രമിച്ചത്. കാരണം തൻ്റെ രക്ഷിതാക്കൾ കൂടെയില്ലല്ലോ. മാത്രമല്ല, കരഞ്ഞാൽ അധ്യാപകരും മറ്റ് സഹപാഠികളും കളിയാക്കുകയും ചെയ്യും. ഇഷാൻ്റെ എല്ലാ ആത്മവിശ്വാസവും ചോർന്നുപോയി. ഇംഗ്ലീഷ് ക്ലാസ്സിൽ അക്ഷരങ്ങൾ ഡാൻസ് ചെയ്യുന്നതായിട്ടാണ് അവന് കാണുന്നത്. മാത്സ് ക്ലാസ്സിൽ അക്കങ്ങൾ ഒഴുകി നടക്കുന്നതായും അവൻ കാണുന്നു. ബോർഡിംഗ് സ്കൂളിൽ വന്നിട്ട് പോലും അവന് യാതൊരു പുരോഗതിയുമില്ല എന്ന് മാത്രമല്ല, ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയായി അവൻ തുടരുകയും ചെയ്തു. ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ ഇഷാൻ തൻ്റെ ബാഗും പുസ്തകങ്ങളും വലിച്ചെറിയുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും സ്പൈഡറെ പോലെ തന്നെ ആയി മാറിയതായും അവൻ്റെ കഴുത്തിന് പിടിക്കുന്നതായിട്ടുമൊക്കെ അവൻ കാണുന്നുണ്ട്. ക്ലാസ്സിലെ ഡെസ്കുകൾ ഇഷാനെ തിന്നാൻ വരുന്നതായി അവന് തോന്നുകയും ചെയ്യും. ഇതിനിടെയാണ് പുതിയൊരു ആർട്ട് ടീച്ചർ ക്ലാസ്സിലോട്ട് വരുന്നത്. കുട്ടികളുടെ കൂടെ ആടുകയും പാടുകയും ചെയ്യുന്ന ആളാണ് പുതിയ ടീച്ചർ. ഇത് അമീർ ഖാനാണിത്. തൻ്റെ ആദ്യ ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് വരക്കാൻ പറഞ്ഞപ്പോൾ ഇഷാൻ ഒന്നും തന്നെ ചെയ്യാതെ വളരെ ദുഃഖിതനായിരിക്കുന്നതാണ് അമീർ ഖാൻ കാണുന്നത്. ഇഷാൻ മറ്റു ടീച്ചർമാരെ പോലെ തന്നെയും ഭയക്കുന്നു എന്നറിഞ്ഞ ആർട്ട് ടീച്ചർ മറ്റു അധ്യാപകരാണ് നന്നായി ശിക്ഷിക്കാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇഷാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അമീർ ഖാൻ അവൻ്റെ രക്ഷിതാക്കളുമായി സംസാരിക്കുന്നു. അപ്പോൾ അവൻ മുമ്പ് വരച്ച ചില ഡ്രോയിങ്ങുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇഷാൻ ഒരു ജീനിയസ് ആണെന്നും മുതിർന്നവർക്ക് പോലുമില്ലാത്ത പ്രത്യേക കഴിവുകൾ അവനുണ്ടെന്ന് തിരിച്ചറിയുന്നു. പക്ഷേ ഇഷാൻ്റെ അച്ഛൻ ഒരിക്കലും ഇത് സമ്മതിക്കുന്നില്ല. അവൻ വരച്ച ഡ്രോയിങ്ങുകൾ അതിഗംഭീരമായിരുന്നു. അവൻ്റെ ഉള്ളിലെ കഴിവിനെ ഈ ആർട്ട് ടീച്ചർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇഷാൻ്റെ അച്ഛൻ അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. ബിക്ക് പകരം ഡിയും ഡിക്ക് പകരം ബിയും എഴുതിയ അവൻ എങ്ങനെയാണ് ജീനിയസ് ആവുക എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇഷാൻ വളരെ അരഗൻറ്റും അവൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത് ഇഷാന് ഡിസ്ലെക്സിയ എന്നൊരു പഠന വൈകല്യമാണെന്നും അതവൻ്റെ ബ്രെയിനിൽ ആ രൂപത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയെന്നും ഈ ആർട്ട് ടീച്ചർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ ആർട്ട് ടീച്ചർ ഷെൽഫിലുള്ള ജപ്പാനീസ് ഭാഷയിലുള്ള ഒരു ടോയ്സ് ബോക്സ് എടുത്ത് അച്ഛനോട് അത് വായിക്കാൻ ആവശ്യപ്പെടുന്നു. അത് വായിക്കാതെ ഇരിക്കുന്ന അച്ഛനോട് പിന്നെയും ഉറക്കെ വായിക്കാൻ ആവശ്യപ്പെടുന്നു. തനിക്ക് ജപ്പാനീസ് ഭാഷ അറിയില്ല എന്ന് പറയുമ്പോൾ ആ അച്ഛനോട് അമീർ ഖാൻ താങ്കൾ വളരെ അരഗൻറ്റും മോശം ആറ്റിറ്റ്യൂഡുമുള്ള ആളാണെന്ന് പറയുന്നു. അപ്പോഴാണ് തൻ്റെ മകൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. ഇതൊന്നും അറിയാതെ തന്നെ മകനെ കുറ്റപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന് സങ്കടം തോന്നുന്നു. ഇഷാൻ്റെ അക്ഷരങ്ങൾ മനസ്സിലാകാതെ അവൻ എങ്ങനെ വായിക്കും, എങ്ങനെ എഴുതും, ഇതറിയാതെ അവനെ ശിക്ഷിച്ചതിനാൽ അവൻ്റെ ആത്മവിശ്വാസം പൂർണ്ണമായി ചോർന്നുപോയി. അവൻ്റെ കഴിവുകേട് മറച്ചുവെക്കാൻ അവനൊരു റിബലിയൻ സ്വഭാവം കാണിക്കുകയും ചെയ്തെന്ന് മാത്രമല്ല, അവന് ഏറ്റവും ഇഷ്ടമുള്ള തൻ്റെ ചിത്രരചന വരെ അത് ഉപേക്ഷിച്ചു. ഇഷാൻ്റെ കഴിവുകൾ തിരിച്ചു കൊണ്ടുവരാൻ സഹകരിക്കണമെന്ന് രക്ഷിതാക്കളോട് പറയുന്നു. ഈ ആർട്ട് ടീച്ചർ ക്ലാസ്സിൽ പ്രശസ്ത ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയെക്കുറിച്ച് പറയുകയും ഡാവിഞ്ചിക്ക് പഠന വൈകല്യം ഉണ്ടായിരുന്നുവെന്നും എപ്പോഴും വാക്യങ്ങൾ തലതിരിച്ചായിരുന്നു എഴുതിയതെന്നും പറയുന്നു. ഇത് ഇഷാനിൽ ചെറിയ സ്പാർക്ക് ഉണ്ടാക്കുന്നു. ഒരു ഫൂളിന് ജീനിയസ് ആകാമെന്ന് ഇഷാന് മനസ്സിലാവുകയും ചെയ്യുന്നു. ക്ലാസ്സിൻ്റെ അവസാനം ഇഷാൻ ചിരിക്കുകയും അവൻ്റെ തിരിച്ചു കിട്ടിയ ആത്മവിശ്വാസം അവൻ്റെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം കുറേശ്ശെയായി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അവസാനം കൃത്യമായ ഇഷാൻ്റെ കഴിവുകൾ മനസ്സിലാക്കുകയും അവനെ സ്കൂളിലെ ഏറ്റവും മികച്ച കുട്ടിയായി ഈ അധ്യാപകൻ തൻ്റെ പരിശ്രമത്തിലൂടെ മാറ്റിയെടുക്കുകയും ചെയ്തതാണ് ഈ സിനിമയിലെ കഥ. പതുക്കെ അക്ഷരങ്ങൾ വായിക്കാനും അത് തിരിച്ചറിയാനും ഒക്കെ ഇഷാൻ ഈ ആർട്ട് ടീച്ചർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷാൻ്റെ കഴിവുകേട് മനസ്സിലാക്കി ഓരോ ഷേപ്പും ഓരോ അക്ഷരങ്ങളും വ്യത്യസ്ത കളറിലൂടെ ഇഷാൻ എന്താണ് പ്രിയപ്പെട്ട ചിത്രരചനയിലൂടെ വ്യത്യസ്ത കളറുകൾ തിരിച്ചറിയാൻ ടീച്ചർ അദ്ദേഹത്തെ സഹായിക്കുന്നു. മാത്രമല്ല, പ്രത്യേക കളിയിലൂടെ പരിശീലനത്തിലൂടെ അവനെ അക്കങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും ഈ ടീച്ചർ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, അവൻ ഇഷ്ടപ്പെട്ട ആർട്ടിലൂടെ തന്നെ അവൻ്റെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടുകയും അവൻ പതുക്കെ എഴുതാനും വായിക്കാനും അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാനും ഒക്കെ പഠിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഇഷാനെ പോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതിനെയാണ് നാം പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ പഠന വൈകല്യം അല്ലാതെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓർ ലേണിംഗ് ഇഷ്യൂസ് ഉണ്ട്. അതിന് നമ്മൾ സ്കോളസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്നൊക്കെ പറയാം. അതായത് കൊറോണ കാലത്ത് ആവശ്യമായ ശ്രദ്ധ കിട്ടാതെ
ഇരിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റാതിരുന്ന, പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ പഠനത്തിൽ പിന്നോക്കം പോകുന്നു. അത് വേറൊരു വിഷയമാണ്. വിശദമായിട്ട് നമുക്ക് ഇതിൽ സംസാരിക്കാം. പഠന വൈകല്യം എന്നത് വ്യത്യസ്തമാണ്. പഠന വൈകല്യം എന്നാൽ കുട്ടികൾക്ക് പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരവസ്ഥയാണ്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. ജന്മനാ ഉള്ള ഘടനാപരമായ വൈകല്യങ്ങൾ മുതൽ പിന്നീട് കുട്ടിക്കുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ വരെ ഇതിനൊരു കാരണമാവാം. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് വായന, എഴുത്ത്, കണക്കുകൂട്ടൽ, ഓർമ്മശക്തി എന്നിവയിൽ ബുദ്ധിമുട്ട് നേരിടാം. അവർ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ഓർമ്മിക്കാൻ പ്രയാസമുണ്ടാവാം. അപ്പൊ ഈ പഠന വൈകല്യമുള്ള കുട്ടികളെ ലക്ഷണങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ആ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നാം പരിശോധിക്കുന്നത്. ഒന്ന്, വായനയിലുള്ള ബുദ്ധിമുട്ട്, അതായത് വായിക്കാനും വ്യാഖ്യാനിക്കാനും ഉള്ള ബുദ്ധിമുട്ട്. ഇതിനെ ഡിസ്ലെക്സിയ എന്നാണ് നാം പറയാറ്. സിനിമയിൽ ഇഷാന്റെ അവസ്ഥ ഡിസ്ലെക്സിയ ആയിരുന്നു. അതേപോലെ തന്നെ വ്യക്തമായി എഴുതാനും വാചകങ്ങൾ ശരിയായി സ്പെൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതിനെ ഡിസ്ഗ്രാഫിയ എന്നാണ് പറയാറ്. അതേപോലെ മറ്റൊന്നാണ് ഡിസ്കാൽക്കുലിയ, അതായത് കണക്ക് കൂട്ടാനും സംഖ്യകൾ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് ഇത്തരം കുട്ടികൾക്കുണ്ടായിരിക്കാം. അതേപോലൊപ്പം തന്നെ മറ്റൊന്നാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ടാസ്കുകൾ പൂർത്തിയാക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാം. ഇതിനെ നമ്മൾ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയാം. ഇത്തരം കുട്ടികൾക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. വികൃതിയാണെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. ഇത് വേറൊരു പ്രശ്നം തന്നെയാണ് ADHD എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓർമ്മിച്ചു വെക്കാനും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, അവർ സ്ലോ ലേണർ എന്നാണ് നാം ഇതിനെക്കുറിച്ച് പറയാറ്. ഇനി മറ്റൊരു പ്രശ്നമാണ്, അത് ഈ പഠന വൈകല്യത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും മറ്റൊരു പ്രശ്നമാണ് ASD, അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഇത് പലതരത്തിലും കാണാം. നമ്മൾ ഓട്ടിസം എന്ന് കരുതുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഒരു സിവിയർ ആയിട്ടുള്ള ഓട്ടിസം നമ്മുടെ മനസ്സിൽ വരാം. ഇത് പല രൂപത്തിലുണ്ട്. മൈൽഡ് ആയതുണ്ട്, മോഡറേറ്റ് ആയതുണ്ട്, സിവിയർ ആയതുണ്ട്. ഈ മൈൽഡ് ആയത് തന്നെ തിരിച്ചറിയാനൊക്കെ വളരെ പ്രയാസമാണ്. ഇതിൽ തന്നെ IQ കുറഞ്ഞവരും കൂടിയവരൊക്കെ ഉണ്ട്. ഇതിനെ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ കുട്ടിയുടെ എന്തോ ഒരു പ്രശ്നമാണ്, മടിയാണെന്ന് കരുതി കുട്ടിയെ ചീത്ത പറയുന്നൊക്കെ പതിവ് പല രക്ഷിതാക്കളിലും കാണുന്നുണ്ട്. ഈ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അതായത് പഠിക്കാനുള്ള മറ്റു പ്രയാസങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ പൂർണ്ണമായി തന്നെ ശരിയാക്കാൻ പറ്റും. കാരണം അത് കുട്ടിയുടെ മടി കൊണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ടോ, പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം. എന്നാൽ ലേണിംഗ് ഡിസബിലിറ്റീസ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ADHD, നേരത്തെ പറഞ്ഞ ASD ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നിവ, ഇതൊന്നും പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. കാരണം അത് കുട്ടിയുടെ ബ്രെയിൻ ആ നിലക്കാണ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ പ്രശ്നമുള്ള കുട്ടികൾക്ക് മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും, പുസ്തകങ്ങൾ കൃത്യമായി വായിക്കാനും പഠിക്കാനും, ടീച്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും, പരീക്ഷ എഴുതാനൊക്കെ ബുദ്ധിമുട്ട് ഇത്തരം കുട്ടികൾക്ക് അനുഭവപ്പെടാം. അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കുട്ടികളിൽ കണ്ടാൽ എന്താ ചെയ്യുക? നമ്മൾ സങ്കടപ്പെടുകയല്ല വേണ്ടത്. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളത് നേരത്തെ കണ്ടെത്തി എന്ന ഇതുകൊണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇത്തരം കുട്ടിയുടെ വ്യത്യാസങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇനി ചില ബോധപൂർവമായ ഇടപെടലിലൂടെ ആ കുട്ടിയെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും കുട്ടികളെ ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്താനും സാധിക്കും. ഈ പഠന വൈകല്യമുള്ള കുട്ടികൾ പലപ്പോഴും അവർക്ക് സ്കൂളിൽ പോകാൻ മടിയുണ്ടാകും. അവർക്ക് അതുകൊണ്ട് തന്നെ അവർ പഠനത്തിൽ പിന്നോക്കം പോകും. അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കാൻ പ്രയാസം ഉണ്ടാവും. അതും മാത്രമല്ല, ഇത്തരം അവരുടെ സ്വഭാവമൊക്കെ അവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുകയും അത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുകയും ചെയ്യും. നമ്മൾ ആ സിനിമയിലെ ഇഷാനെ കണ്ട പോലെ തന്നെ. അതുകൊണ്ട് ഈ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് സഹായം ലഭിക്കേണ്ട അത്യാവശ്യമാണ്. അവർക്ക് പ്രത്യേക പഠന പദ്ധതികൾ ആവശ്യമായി വന്നേക്കും ചില ഘട്ടങ്ങളിൽ. അല്ലെങ്കിൽ അവർക്ക് മെഡിക്കലി ട്രീറ്റ്മെന്റ് ആവശ്യം വരും. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ പഠനത്തിൽ വിജയം നേടാനും സഹായിക്കുന്നതിന് അവരുടെ കുടുംബം, സ്കൂള്, അതുപോലെ അവരുടെ ട്രെയിനേഴ്സ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ എന്താണ് കാരണം? ഒരു വീട്ടിൽ തന്നെ ഈ പ്രശ്നമുള്ള കുട്ടിയും ഒരു കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് പരിശോധിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ജനിതകവും പരിസ്ഥിതിപരമായ പല കാരണങ്ങളും ഈ കുട്ടിയിൽ ഉണ്ടാകും. അതായത് ജനിതകപരം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടുക, കുടുംബത്തിൽ അർഹങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ കിട്ടുന്നതാണ്. മറ്റൊന്ന് കുട്ടിയുടെ മസ്തിഷ്ക വികസനം, ബ്രെയിൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുട്ടിയിൽ പഠന വൈകല്യത്തിന് കാരണമാകാം. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനും വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെ ബാധിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാരണമാണ് ഈ പ്രഗ്നൻസി സമയത്ത് എന്തെങ്കിലും മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പോയ്സൺ പോലെ വിഷമുള്ള ഇതായിട്ടൊക്കെ ബന്ധപ്പെടുക.
അല്ലെങ്കിൽ ആ സമയത്ത് മദ്യം ഉപയോഗിക്കുക. ചില സ്ത്രീകൾ ഭർത്താക്കന്മാർ സിഗരറ്റ് വലിക്കുമ്പം അതിന്റെ കൂടെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു കാരണം നമ്മൾ പ്രിമാച്ചുവർ ബർത്ത് പറയുമല്ലോ, പിന്നെ ലോ ബർത്ത് വെയിറ്റ് ഉള്ള, അതായത് മാസം തികയാതെ പ്രസവിക്കുക. ഇങ്ങനെ മാസം തികയാവുന്ന പ്രസവിക്കുന്ന അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ കുട്ടികൾക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിന്റെ കാരണം പരിശോധിച്ചാൽ ഈ ചെറുപ്പത്തിൽ ചില കുട്ടികൾക്ക് ഇഞ്ചുറീസ്, തലക്ക് പരിക്കൊക്കെ ഉണ്ടാവും, വീണിട്ടോ ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുട്ടികളിൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് പഠന വൈകല്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻ, വിട്ടുമാറാത്ത അസുഖങ്ങൾ ചെറുപ്പത്തിൽ, ആ അസുഖങ്ങളും പഠന വൈകല്യം, അതേപോലെ ADHD നേരത്തെ പറഞ്ഞ അടങ്ങിയിരിക്കാത്ത അവസ്ഥ, ഓട്ടിസം, അതോടൊപ്പം മറ്റു പഠന വൈകല്യങ്ങൾക്ക് ഇത്തരം ഈ വിട്ടുമാറാത്ത ഈ ഹെൽത്ത് കണ്ടീഷൻസ്, ആരോഗ്യ പ്രശ്നങ്ങൾ, കുട്ടിയുടെ രോഗാവസ്ഥ ഒക്കെ ഇതിന് കാരണമാവാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടി ഇങ്ങനെ പഠന വൈകല്യം കൊണ്ട് പഠനത്തിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും എത്തിയിട്ട് വായിക്കാനോ എഴുതാനോ കുട്ടിക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്ഷാകർത്തത്തിന്റെ കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധി കുറഞ്ഞത് കൊണ്ടോ, മീൻസ് ആ നിലക്ക് കുട്ടി ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ല ഈ പഠന വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്. പഠന വൈകല്യങ്ങൾ ഉള്ള കുട്ടികൾ മറ്റു കുട്ടികളെ പോലെ തന്നെ ബുദ്ധിയുള്ളവരാണ്. പക്ഷെ എന്നാൽ അവർ വ്യത്യസ്തമായിട്ട് പഠിക്കും. ശരിയായ പിന്തുണയോടെ പഠന വൈകല്യം കുട്ടികൾക്ക് സ്കൂളിലും ഒക്കെ വിജയിക്കാൻ പറ്റും. പക്ഷെ അവർ പഠിക്കുന്ന ഒരു രൂപമുണ്ട്, ആ രൂപത്തിൽ നമ്മൾ അതിനെ പഠിപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് അവരുടെ വൈകല്യങ്ങൾ മറികടക്കാൻ സഹായിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക വിദ്യാഭ്യാസവും ട്രെയിനിങ് ആവശ്യമാണ്. അതിനെ പ്രത്യേക ക്ലാസ് മുറികളും വിദ്യാഭ്യാസ മോഡലുകളും വ്യക്തിഗത ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് സപ്പോർട്ടൊക്കെ ആ നിലക്ക് ആവശ്യം വരും ഓരോ കുട്ടിക്ക് അനുസരിച്ച് ഉള്ള. അതിന് സഹായമായ ടെക്നോളജി, അതേപോലെ അതിന് മാനസികാരോഗ്യ പിന്തുണ എന്നിവയൊക്കെ ഇതിന് ആവശ്യമാണ്. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നാം അടിവരിട്ട് ഓർമ്മിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക്, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതിന്റെ പരിഹാര മാർഗം എന്താണ്? ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇതിന്റെ പരിഹാര മാർഗം എന്താണ്? ഒന്ന് നേരത്തെ തിരിച്ചറിയുക, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വളരെ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കുട്ടി ഉയർന്ന ക്ലാസ്സിലെത്തിയാൽ പരിഹാര മാർഗങ്ങൾ ഒന്നും ഫിറ്റ് ആവുകയില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുമായി, ഒരു പഠന വിദഗ്ധനുമായി സംസാരിക്കുക. പിന്നെ കുട്ടിക്ക് നല്ല പ്രോത്സാഹനം നൽകുക. കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പഠന രീതി സ്വീകരിക്കുന്നതിനായി ഈ രംഗത്ത് പരിശീലനം നേടിയ ഒരു കൗൺസിലറുടെ സഹായം തേടുക. അപ്പൊ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഏറ്റവും പ്രധാനം അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച്, രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ചില ബോധ്യം വേണ്ടതുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പഠന വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അത് എന്താ വെച്ചാൽ ചിലര് നിസ്സഹായതയും തളർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. കാരണം പഠന വൈകല്യമുള്ള കുട്ടികളുടെ പല രക്ഷിതാക്കളും ഇത് വലിയൊരു ഭാരമായിട്ടും പ്രയാസമായിട്ടും ഒക്കെ അവര് ചോദിക്കാറുണ്ട്. സഹായത്തിനായിട്ട് എവിടെ പോകണമെന്നോ ഏത് നിലക്ക് ട്രീറ്റ് ചെയ്യണമെന്നൊന്നും അറിയാത്ത ഒരു പ്രശ്നം ഉണ്ടാവും. അവിടെ തന്നെ ഇത്തരം രക്ഷിതാക്കൾ വലിയ ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. വളരെ പ്രയാസകരമായ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ അവർ വിചാരിക്കും. പിന്നെ കുറ്റബോധം തോന്നും ചില രക്ഷിതാക്കൾക്ക്. പിന്നെ കുട്ടിയുടെ വൈകല്യത്തിന് കാരണം അവരാണെന്നും, മറ്റു കുട്ടിയൊക്കെ നന്നായി പഠിക്കുമ്പോൾ തങ്ങളുടെ കുട്ടി മാത്രം എന്താ ഇങ്ങനെ 6ലും 7ലും എത്തിയിട്ടും എഴുതാനും പോലും അറിയാത്ത കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടിയെ വേണ്ടത്ര വിജയിപ്പിക്കൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കുറ്റബോധമൊക്കെ രക്ഷിതാക്കൾക്ക് തോന്നും. ചിലർക്ക് സമ്മർദ്ദവും നിരാശയും ഒക്കെ അനുഭവപ്പെടും ജീവിതത്തിൽ. കാരണം പഠന വൈകല്യമുള്ള കുട്ടിയെ വളർത്തുന്നത് അവർക്ക് ഒരു നിരാശാജനകമായിട്ടൊക്കെയാണ് ഫീൽ ചെയ്യാം. നിങ്ങൾ നിരന്തരം ഒരു വലിയൊരു ജീവിതത്തിൽ ഒരു കയറ്റം കയറുകയാണ് എന്നുള്ള രൂപത്തിലൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഇതൊരു പ്രശ്നമാണ് കുട്ടിയുടെ. അത് നേരത്തെ പറഞ്ഞ പോലെ സ്കോളസ്റ്റിക് ബാക്ക്വേർഡ്നെസ് അല്ല, യഥാർത്ഥത്തിൽ പഠന വൈകല്യമാണ് എന്ന് ഉറപ്പിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കൗൺസിലർ സഹായം ആവശ്യമാണ്. അങ്ങനെ കുട്ടിക്ക് യഥാർത്ഥത്തിൽ പഠന വൈകല്യം ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു എക്സ്പെർട്ടായി കൗൺസിലറെ സമീപിക്കണം. കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്നും അതിന്റെ തോത് എത്രയാണെന്നും പരിഹാര മാർഗങ്ങൾ എന്താണെന്നും എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം കുട്ടി നേരത്തെ പറഞ്ഞ പോലെ വലിയ ക്ലാസ്സിലെത്തിയാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഹൈസ്കൂളിലൊക്കെ എത്തിയാൽ പിന്നെ നമുക്ക് വലിയ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതിന് നിങ്ങൾ യു എയിലുള്ളതാണെങ്കിൽ അവർക്ക് അബുദാബിയിൽ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. ഡോക്ടർ ഡാനിഷ് സലീമിന്റെ നേതൃത്വത്തിലുള്ള ഡോക്സ്റ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്തരം സൗകര്യമുണ്ട്. അതിന്റെ നമ്പർ ഞാൻ ഇതിന്റെ കൂടെ നൽകാം, കോൺടാക്ട് ചെയ്യണം. ഇനിയല്ല, നിങ്ങൾ UAE പുറത്തുള്ളവരാണെങ്കിൽ ഇവിടെ കൊടുത്ത ഇതിനോടൊപ്പം ചേർത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അവിടെ നിങ്ങൾ കൗൺസിലറോട് സംസാരിക്കാനും നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്നും ഒക്കെ നമുക്ക്
കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. നാം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ പഠന വൈകല്യം പല രൂപത്തിലാണ് രക്ഷിതാക്കൾ കാണുക. ശരിക്കത് കുട്ടിയുടെ ബ്രെയിനിന്റെ പ്രശ്നം കൊണ്ടുള്ള പ്രയാസങ്ങളാവാം. അത് പിന്നെ എന്നിട്ട് പക്ഷെ പല രക്ഷിതാക്കളും ഇത് കുട്ടിക്ക് മടിയാണ്, പഠിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ അവൻ ഓടിച്ചാടി അടങ്ങിയിരിക്കുന്നില്ല, വികൃതിയാണെന്നൊക്കെ കരുതി കുട്ടിയെ ആ നിലക്ക് ചീത്ത പറയാനും അടിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഒന്ന്, നമ്മൾ കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയാതെ പോകുന്നു. യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയാതെ പോയാൽ അതിന് പരിഹാരവും നമ്മൾ കണ്ടെത്താതെ പോകും. മാത്രമല്ല, നമ്മളിങ്ങനെ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുന്നതും ശിക്ഷിക്കുന്നതും കുട്ടിയെ മാനസികമായി തളർത്തുകയും അവന്റെ ആത്മവിശ്വാസത്തെ തന്നെ പാടില്ലാതാക്കുകയും ഒരു പക്ഷേ ഡിപ്രഷൻ മൂലം അവൻ ഭാവിയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളത് കണ്ടെത്തുക, തിരിച്ചറിയുക, കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക, എന്നിട്ട് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, എന്നിട്ട് ആവശ്യമായ ചില സ്റ്റെപ്പുകൾ എടുക്കാം. നിങ്ങൾക്കറിയാം, അറിയപ്പെടുന്ന പല പ്രമുഖരും, ഫുട്ബോളർ മെസ്സി, ആൽബർട്ട് ഐൻസ്റ്റീൻ, ലിയോണാർഡോ ഡാവിഞ്ചി, അങ്ങനെ ലോകം അറിയപ്പെടുന്ന പല പ്രമുഖരും ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകളായിരുന്നു. അവർക്ക് അതൊക്കെ തരണം ചെയ്ത് അവരുടെ ജീവിതത്തിന് ഉന്നത വിജയം നേടിയെങ്കിൽ നമ്മുടെ മക്കൾക്കും അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ പിന്തുണ അതിന് വേണം. അപ്പം ഇത്തരം കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യമായ കൗൺസിലിംഗ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ വിഷയത്തിൽ പരിചയമുള്ള കൗൺസിലർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളുള്ള വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.